പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ ഈശോ മിശിഹായുടെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെ അട്ടപ്പാടിയിൽ നിന്ന് അഭിവാദനം ചെയ്യുകയാണ്. നിങ്ങൾ അട്ടപ്പാടിയിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. സെഹിയോൻ മിനിസ്ട്രീസിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന ആ പുതിയ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന വൈദിക സമൂഹത്തിന് വേണ്ടിയും വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ SJM അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻഡ് മേരി ആ ഒരു താപസ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കൽക്കുരിശ് മലയിലെ ശുശ്രൂഷകൾക്കെല്ലാം വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അഭ്യർത്ഥിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷകൾ, ശനിയാഴ്ചത്തെ എല്ലാ ശുശ്രൂഷകളും ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷോപലക്ഷം പേരുടെ പ്രാർത്ഥന, സ്നേഹം, പ്രോത്സാഹനം, ഒരുപാട് കൂട്ടായ്മയിലുള്ള ശുശ്രൂഷയാണ് അട്ടപ്പാടി കർത്താവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് തളർച്ചയില്ലാതെ പോകാൻ ഈ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇതിന് ബലം പകരുകയാണ്. അതിന് നിങ്ങളെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. നിങ്ങൾ ഒത്തിരി പേര് അഭിഷേകാഗ്നിക്ക് വേണ്ടി ശനിയാഴ്ചകളിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് തുടരണം. അത് ഒത്തിരി ബലമാണ്. തുടരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരാളുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു കുടുംബം വചനം കേട്ട്, പ്രത്യേകിച്ച് അഭിഷേകാഗ്നി ശുശ്രൂഷയെ പങ്കെടുത്തപ്പോൾ ഒരു ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹം. അദ്ദേഹത്തിനൊരു വീടില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സാമ്പത്തിക ഞെരുക്കമുണ്ട്. പക്ഷേ വചനം കേട്ടപ്പോൾ അദ്ദേഹം ബഹ്റിനിലിരുന്ന് ആ മൊബൈൽ ഫോൺ എടുത്ത് അടുക്കളയിൽ പോയിരുന്ന് അടുക്കളയിരുന്ന് കരഞ്ഞുകൊണ്ട് വചനം കേട്ട് കർത്താവിനോടൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതെങ്ങനെയാണ് ദൈവം അത്ഭുതമാക്കി മാറ്റിയത് എന്നാണ് ആ എളിയ മകൻ നമ്മളോട് പങ്കുവെക്കുന്നത്. എൻ്റെ പേര് ഷിബു. ഞാൻ നീലമ്പേരൂർ സെൻറ്റ് ജോർജ് വലിയപള്ളി നീലമ്പേരൂരാണ് എൻ്റെ ഇടവക. കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് എനിക്കൊരു ചെറിയൊരു വീടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അത് ഇവിടുത്തെ അഭിഷേകാഗ്നി ബഹറിലിരുന്ന് മൊബൈലിലൂടെ കണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷ ഈ സഹോദരൻ ബഹ്റിനിലിരുന്ന്, ഗൾഫ് രാജ്യത്താണ് ജോലി, അവിടെ ഇരുന്ന് മൊബൈലിൽ ഈ അഭിഷേകാഗ്നി കേട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് ഈ വചനം കേട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഒരു വീട് തന്ന് എന്നെ അനുഗ്രഹിക്കണം. ഒരു ചെറിയ വീട്, ഒരു കുഞ്ഞു വീടായാലും മതി, ഒരു വീട് തന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ആ സഹോദരൻ പ്രാർത്ഥിച്ച്. ഈ ധ്യാനം കാണുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ എൻ്റെ കിച്ചണിൽ പോയി നിന്ന് തന്നെ ഇത് കണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്നേരമാണ് ഇവിടെ സാക്ഷ്യം പറയുന്നതെല്ലാം കേട്ട് എനിക്കത് ഭയങ്കര ഇതായി ഫീലിംഗ്. ഒത്തിരി പേരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറയണത് അദ്ദേഹം കേട്ടു. അപ്പം അദ്ദേഹത്തിന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തോന്നി. മറ്റു സ്ഥലത്തേക്ക് ഇരുന്നാൽ മറ്റുള്ളവർ കാണും. അതുകൊണ്ട് അദ്ദേഹം മൊബൈലുമായിട്ട് കിച്ചണിൽ പോയിരുന്ന് കരഞ്ഞ് ഈശോയെ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു ദിവസം 2-3 ധ്യാനമെങ്കിലും ഞാൻ കേൾക്കും. അരമണിക്കൂർ വീതമുള്ള വചന പ്രഘോഷണങ്ങളാണ് അഭിഷേകാഗ്നി. അത് 2 എപ്പിസോഡ് 3 എപ്പിസോഡെല്ലാം ഒരു ദിവസം കേട്ട് ധ്യാനം കൂടി പ്രാർത്ഥിക്കും. ഒരു ദിവസം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, സാക്ഷ്യം പറയണം, എനിക്കൊരു വീട് തന്നാൽ. അതൊരു ചെറിയ വീടാണ് ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചത്. അപ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്ന ഒരുപാട് സാക്ഷ്യം കേട്ടപ്പം തോന്നി ഞാനും പോയി സാക്ഷ്യം പറയും, അട്ടപ്പാടിയിൽ സാക്ഷ്യം പറയാം എന്ന് നേർന്ന് ഒരു ദിവസം വചനം കേട്ടപ്പോൾ പ്രാർത്ഥിച്ചു. 2020 ജനുവരി 17 ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, നമുക്ക് വീട് പണിയാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പൈസ ഇല്ലാതെ എങ്ങനെ പണിയാനാ? അപ്പം ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ 10 ലക്ഷം രൂപയാണ് ആകെ തരാമെന്ന് പറഞ്ഞത്.
ഓക്കെ, അപ്പം വൈഫ് പറഞ്ഞു നമുക്ക് അതുകൊണ്ട് തുടങ്ങാം, അതെങ്ങനെയെങ്കിലും തീരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതായത് എന്നിട്ട് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ദൈവമേ ഉള്ള വീട് പൊളിച്ച് കളഞ്ഞിട്ട് ഇനി ഇത് പണി തീർന്നില്ലെന്ന് വരിയിൽ എന്താകും എന്നുള്ള എൻ്റെ മനസ്സ് അവിടെ തീരുവോ ഇല്ല തുടങ്ങുകയും ചെയ്ത് അങ്ങനത്തെ വിഷമം വരുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ധൈര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങി. അന്നേരം എൻ്റെ വൈഫ് എന്നെ ധൈര്യം തന്ന് ഞങ്ങളത് പൊളിച്ച് വേറൊരു ഷെഡ് വെച്ച് ഞങ്ങളവിടെ താമസിച്ച് അത് കഴിഞ്ഞിട്ട് വീട് പണി തുടങ്ങി. ഈ സാക്ഷ്യം പറയണമെന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, പക്ഷേ ഈ കൊറോണ കാരണം വരാനും പറ്റുന്നില്ല. വീട് പണിയെല്ലാം നന്നായി തീർന്നു, എല്ലാം ഫുള്ള് തീർന്നു. വീട് പണി തുടങ്ങി, പിന്നെ അറിഞ്ഞില്ല, പെട്ടെന്ന് വീട് പണി പൂർത്തിയായി, യാതൊരു തടസ്സമില്ലാതെ വീടിൻ്റെ പണി. അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ക്രമാനുഗതമായി അടുത്തടുത്ത് കിട്ടിയില്ലേ, അതൊക്കെ കംപ്ലീറ്റ് പൂർത്തിയായി. ചെറിയ വീടാണ് ഞാൻ ആഗ്രഹിച്ച 1477 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട്. എനിക്ക് എല്ലാം ഫുൾ വർക്ക്. ചെറിയ വീടെന്ന് പറഞ്ഞിട്ട് 1400 പിന്നെയും കുറേ പറയുന്നുണ്ട്. 1500 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വലിപ്പമുള്ള വലിയൊരു വീട് അങ്ങോട്ട് ശരിയായി. പ്രൈസ്. അപ്പോൾ ആ പുതിയ വീട് വെഞ്ചരിച്ച് താമസാക്കി. നവംബർ 27-ാം തീയതി കയറി താമസിച്ചു. നവംബറിൽ കയറി താമസിച്ചു. ഡിസംബറിൽ ആദ്യ വെള്ളി വന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പം അദ്ദേഹം നിലവിൽ ആകെ ഇച്ചിരി നീക്കുബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ശരി, ഈശോയോട് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താം, ഇത് പൂർത്തിയാകണം, സാമ്പത്തിക കാര്യം ശരിയാകണം. ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചു. 2020 ഞാനിവിടെ വന്ന് ധ്യാനം കൂടിയായിരുന്നു. അന്നേരം എൻ്റെ മനസ്സിലുണ്ട് ധ്യാനം കൂടി, എന്നാലും വീട് പണിയൊന്നും നടക്കുകയില്ല. അന്നൊരു ഉഴപ്പം ചിന്തയെ ഇന്ന് ഇങ്ങനെ ചില ആളുകൾ ഉഴപ്പം ചിന്തയെ പോകണ്ട ഇന്ന് വരുമൊക്കെ ചെയ്ത്, പക്ഷേ ഈ വരവ് കൊണ്ടായില്ല. അടുത്ത തവണ ശരിക്കും ഒന്ന് വന്നിട്ട് ചിലപ്പോൾ ശരിയാകുമായിരിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില ആളുകൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. അല്ലല്ല, വീട് പണിയണ്ട, നമുക്ക് പോയിട്ട് അടുത്ത 2 വർഷം കഴിഞ്ഞ് വന്നിട്ട് പണിയാന്ന് പറഞ്ഞു. അതന്നെ, അന്നത്തേനും കൊറോണ വന്ന് എൻ്റെ ടിക്കറ്റും ക്യാൻസൽ, പോകാനും പറ്റിയില്ല. എന്തായാലും ശരി, ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം കണ്ട് കർത്താവ് തടസ്സമൊക്കെ മാറ്റി ഞങ്ങൾ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യം, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് ഏറ്റെടുക്കും. നിന്റെ ഭാരം അവിടുന്ന് താങ്ങും, ഏറ്റെടുക്കും. ഇത് ദൈവവചനം വരുന്നൊരു വാക്കാണ്. അത് അതുപോലെ നടക്കുകയാണ്. ഈ സഹോദരൻ എന്ത് ചെയ്തു? വചനം കേട്ടപ്പോൾ മറ്റുള്ള അടുത്തുള്ള കുറേ പേര്, ജോലി സ്ഥലമല്ലേ, കുറേ പേരൊക്കെ അവിടെ താമസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് വേറെ ആരും കാണണ്ടെന്ന് വിചാരിച്ച് മൊബൈൽ ഫോൺ എടുത്ത് അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ പോയിരുന്നു അങ്ങോട്ട് കരഞ്ഞ് കരഞ്ഞ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. ഹൃദയത്തിൻ്റെ ഭാരം സമർപ്പിച്ചത് ജീവിതത്തിൽ സ്വന്തമായി നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹം തുടങ്ങിയത് ഒരുപാട് കാലമായി. കയ്യിലോ പൈസയൊന്നുമില്ല, ഒന്ന് നീക്കുവാക്കി വരുന്നുമില്ല. നീ വീട്ടിൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒറ്റ പൈസ, അതുകൊണ്ടാണ് ബാങ്കിൽ പോയി 10 ലക്ഷം കടമെടുക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ശരി, അദ്ദേഹം ഇവിടെ വന്ന് ധ്യാനമൊക്കെ കൂടി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. തിരിച്ചു ചെന്നപ്പോൾ പിന്നെ വേഗം ടിക്കറ്റൊക്കെ ക്യാൻസലായി, കൊറോണ മൂർധന്യാവസ്ഥയിലെത്തി. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് വീട് പണിതിട്ട് പോയാൽ മതി എന്ന സ്ഥിതിയായി. അങ്ങനെ അവിടെ നിന്ന് കർത്താവ് തന്നെ നേതൃത്വം കൊടുത്ത് ആ പണി പൂർത്തിയായി വെഞ്ചരിച്ച് നവംബർ 27 വെഞ്ചരിച്ച് ഡിസംബറിൽ ആദ്യ വെള്ളി വന്ന് സാക്ഷ്യവും പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം ജോലിക്ക് പോവുകയാണ്. കർത്താവ് അദ്ദേഹം വിചാരിച്ചെന്താ, ഞാൻ 2 വർഷം കൂടെ പോയി അധ്വാനിച്ച് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കി വന്ന് പണിയാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത് ദൈവം തന്നെ അതെല്ലാം മനോഹരമാക്കി പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ അദ്ദേഹം ജോലിക്ക് പോകാനായിട്ട് ദൈവം സമാധാനത്തിൽ പോകാൻ അനുവദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് സ്വന്തം ബുദ്ധിയിലും സ്വന്തം യുക്തിയിലും ആശ്രയിച്ചങ്ങനെ ഇരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ യുക്തിയും നിങ്ങളുടെ അവസ്ഥകളെല്ലാം പൂർണ്ണമായും ദൈവത്തിലേക്ക് ഭരമേൽപ്പിക്കുക. ദൈവത്തിലേക്ക് ഭരമേൽപ്പിക്കുക. അവിടുന്ന് ജീവിക്കുന്നവനാണ്. ഇരിക്കുന്നതും നടക്കുന്നതും ചിന്തിക്കുന്ന അവിടുന്ന് കാണുന്നുണ്ട്. ഒരു ചിന്ത അത് മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുക, അത് കർത്താവ് അറിയുന്നുണ്ട്. ഒരാഗ്രഹം, ഒരു വേദന, ഒരു കണ്ണുനീര്, ഒരു നെടുവീർപ്പ്, അത് ദൈവം അറിയാതെ പോകുന്നില്ല. എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മളത് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. ദൈവമേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ അഭിഷേകാഗ്നിക്ക് അങ്ങാണല്ലോ ഞങ്ങളെ വിളിച്ചത്, അങ്ങാണല്ലോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നത്. ലക്ഷോപലക്ഷം ആളുകളുടെ പ്രാർത്ഥനകൾ ഈ അഭിഷേകാഗ്നി കാണുന്നവർക്ക് വേണ്ടി ഉണ്ടല്ലോ കർത്താവേ. അനേക ലക്ഷങ്ങൾ ഉപവാസം എടുക്കുന്നുണ്ടല്ലോ കർത്താവേ. അനേകരുടെ ത്യാഗങ്ങൾ ഇതിനോട് ചേരുന്നുണ്ടല്ലോ കർത്താവേ. അട്ടപ്പാടിയിലെ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പരിശുദ്ധാത്മാവിനെ നൽകണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ മന്ദത, മരവിപ്പ്, മുരടിപ്പ്, എതിർപ്പ്, മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ, പിറവിയില്ലായ്മ, അവിശ്വാസം, വിശ്വാസരാഹിത്യം, എതിർചിന്തകൾ, മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ പരിശുദ്ധാത്മാവെ രൂപാന്തരപ്പെടുത്തണമേ. ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവെ. അഭിഷേകം ചെയ്യണമേ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അഭിഷേകത്താൽ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ.
പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുക. വിശ്വാസം തരണമേ, ദാഹം നൽകണമേ, ദൈവിക ദാഹം നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഇടപെടണമേ. മരവിച്ചുപോയ ഹൃദയങ്ങളിലേക്ക് ദൈവസ്നേഹം നിറയട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഹൃദയങ്ങൾക്ക് യേശുവിന്റെ സ്നേഹം നിറയട്ടെ. അവിടുത്തെ ദിവ്യ സ്പർശനങ്ങൾ ലഭിക്കട്ടെ, ദിവ്യ പ്രചോദനങ്ങൾ ലഭിക്കട്ടെ, ആന്തരിക ദാഹം ഉണ്ടാകട്ടെ, ദൈവിക ആഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, പുണ്യത്തിന് വേണ്ടി ദാഹം ഉണ്ടാകട്ടെ, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹത്തിൽ വേർപാകിടാൻ സ്നേഹാഗ്നി ജ്വാലയായി നിറച്ചിടണമേ. കരങ്ങളടിച്ച് യേശുവിന്റെ സ്നേഹത്തിൽ വേർപാകിടാൻ പരിശുദ്ധാത്മാവേ ജ്വാലയായി നിറച്ചിടണമേ. യേശുവിന്റെ വചനമേ ഘോഷിച്ചിടാൻ ആത്മാവിൻ ശക്തിയാൽ നിറച്ചിടണമേ. യേശുവിന്റെ വചനമേ ഘോഷിച്ചിടാൻ ആത്മാവിൻ ശക്തിയാൽ നിറച്ചിടണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ. പരിശുദ്ധാത്മാവേ അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ. അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ. ബലഹീനരിൽ നിലവിളിക്കുന്നു, എളിയവർ നിലവിളിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവേ അങ്ങ് കരുണ തോന്നി വർഷിക്കണമേ. അഭിഷേകത്താൽ ജനകോടികളെ ഉണർത്തണമേ. അവിടുത്തെ ആത്മാവിനെ നൽകണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകത്താൽ ശക്തനാക്കണേ. എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, രോഗികളെ പ്രത്യേകം സമർപ്പിക്കുന്നു. മനപ്രയാസങ്ങൾ അവിടെ ഏറ്റെടുക്കണമേ. തകർന്ന ഹൃദയങ്ങളെ ഏറ്റെടുക്കണമേ. കണ്ണുനീർ നിറഞ്ഞ ഹൃദയങ്ങളെ ഏറ്റെടുക്കണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ അവിടുന്ന് കാണണമേ. അപ്പാ, അപ്പാ, അപ്പാ. സ്വർഗീയ അപ്പാ, ഓരോ ഹൃദയത്തിന്റെ നെടുവീർപ്പുകൾ അറിയണമേ, തുടിപ്പുകൾ അവിടുന്ന് അറിയണമേ. കണ്ണുനീരെ ഒപ്പിയെടുക്കണമേ. വേദനകളെ ആശ്വസിപ്പിക്കണമേ. തൈലം പുരട്ടണമേ, തൈലം പുരട്ടണമേ. മുറിവുകൾ വെച്ച് കെട്ടണമേ. ആരാധന കർത്താവേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചനത്തിൻ്റെ അമ്മയും ദാസിയുമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. നമ്മൾ തുടർന്ന് ചിന്തിക്കുന്ന വിഷയം കണ്ടുപിടിക്കാതെ എതിർക്കാനോ എതിർക്കാതെ പരാജയപ്പെടുത്താനോ കഴിയുമോ? കുട്ടികളെ, ആത്മീയ ജീവിതത്തിൽ പടിപടിയായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, കണ്ടുപിടിക്കാതെ എതിർക്കാനോ എതിർക്കാതെ പരാജയപ്പെടുത്താനോ കഴിയുമോ? ഇതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ചിന്തിക്കാൻ തരുന്ന ഒരു വിഷയം. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള കാര്യം ഇങ്ങനെയാണ്. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ചെറുപ്പം തൊട്ട്, എൻ്റെ എന്താ പറയുന്നത്, ആദ്യ കുർബാനയ്ക്ക് മുമ്പ് തൊട്ട് തന്നെ എനിക്ക് പ്രാർത്ഥിക്കുക, കർത്താവിനെ സ്നേഹിക്കുക എനിക്ക് വളരെ വലിയ കാര്യമാണ്. ഞാൻ ഇടയ്ക്കിരുന്ന് ചിന്തിക്കുന്നൊരു ചിന്ത എങ്ങനെയാണ്, ഞാൻ അന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്കെല്ലാം വളരെ എളുപ്പമായിരുന്നു. എനിക്ക് ഇന്നത്തെ പോലെ സ്ട്രഗിളില്ല. ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫുള്ള് ഈശോയുടെ കൂടെയാണ്, ഒരു സെക്കൻഡ് അകന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴേക്കും കുറച്ചും കൂടെ കൂടുതൽ സ്ട്രഗിൾ വരികയാണ്.
അത് കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ്സൊക്കെ എത്തിക്കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ ഒന്നും ഉണ്ടായില്ല. ആ സ്ഥൈര്യലേപനം പിന്നെയുണ്ട്. സ്ഥൈര്യലേപനം കഴിഞ്ഞ് വിചാരിച്ചു പരിശുദ്ധാത്മാവിൻ്റെ പടയാളിയാണ്, പിന്നെ ഒറ്റ ഒരെണ്ണം എൻ്റെ അടുത്തേക്ക് അടുക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് സ്ഥൈര്യലേപനം കഴിയുമ്പം. പക്ഷേ സ്ഥൈര്യലേപനത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രലോഭനങ്ങൾ, കൂടുതൽ പ്രശ്നങ്ങൾ, കൂടുതൽ ദുർസ്വഭാവങ്ങൾ, അതിനോട് പോരാടി അതിനോടുള്ള വലിയ ഒരു യുദ്ധത്തിലാണ്. അതിനുശേഷം ഞാൻ വിചാരിച്ചു സെമിനാരി ചേർന്ന, ഈ 10ാം ക്ലാസ് കഴിഞ്ഞു സെമിനാരി ചേർന്ന് വിചാരിച്ചു അവിടെ ഫുള്ള് സ്വർഗത്തിൽ മാലാഖമാർ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നത് പോലെയാണ്. ഞാൻ വീട്ടിൽ ഇരുന്ന് ചിന്തിച്ചത് സെമിനാരി ചേർന്ന് അങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ച്. സെമിനാരി ചേർന്നപ്പോഴല്ലേ ഞാൻ വിചാരിച്ചു ദൈവമേ ഇതെന്ത് പരിപാടി, ഇത് നമുക്ക് നമ്മൾ അതുവരെ സ്കൂളിൽ പ്രത്യേകിച്ച് പബ്ലിക്കായിട്ട് ഓപ്പൺ സ്കൂളിൽ സകല ഗുലുമാലുകളുള്ള തിരുമാലികളുള്ള സ്കൂളിൽ പഠിച്ചിട്ട് നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ സെമിനാരിയിൽ നല്ല ദൈവത്തിനെ മാത്രം അന്വേഷിച്ച് വന്നിരിക്കുന്നവരുടെ അടുത്ത് നമുക്ക് 10 ഇരട്ടി പ്രശ്നങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്ത് പരിപാടിയാണ്, ഇതാണോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ സെമിനാരി കുട്ടികളൊക്കെ അല്ലേ, അത് കഴിഞ്ഞാൽ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ശരിയാകുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് വിചാരിച്ചു വൈദികനായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പിന്നെ ശരിക്കും ഈശോയും പത്രോസിലേയും തമ്മിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം ഇടവക വന്നു, ധ്യാനകേന്ദ്രത്തിൽ വന്നു. നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ അച്ഛന് പ്രശ്നമൊന്നുമില്ലെന്ന്, അങ്ങനെയല്ല. ഇതുവരെയും ഞാൻ നേരിട്ടതിനേക്കാളും അതിൻ്റെ മൂത്ത ചേട്ടനെയാണ് ഇപ്പം ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ആത്മീയ ജീവിതത്തിൽ എൻ്റെ അനുഭവം. അതായത് ഇതെല്ലാം തീർന്നു, ശത്രുക്കളെല്ലാം കീഴടങ്ങി, ദുഷ്ടാരൂപിയെല്ലാം പിൻവാങ്ങി, ഇനി പ്രലോഭനമൊന്നുമില്ല. അതുമല്ലെങ്കിൽ ഇനി നമുക്ക് ലോകത്തെ കീഴടക്കി അല്ലെങ്കിൽ പാപത്തെ കീഴടക്കി, അങ്ങനെ അല്ല ആധ്യാത്മിക ജീവിതത്തിൻ്റെ സ്ഥിതി. ഒരെണ്ണത്തെ കീഴടക്കി കഴിയുമ്പോൾ അതിൻ്റെ ചേട്ടനെയാണ് അപ്പുറത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ വിചിന്തനം ചെയ്തുകൊണ്ട് ഞാൻ ചിന്തിച്ചു എൻ്റെ കാര്യം മാത്രമായിരിക്കും ഇതൊരു പക്ഷേ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടായി. അപ്പോഴാണ് നോക്കുമ്പോഴാണ് ആധ്യാത്മിക ജീവിതത്തിൽ ജീവിച്ചു വന്ന എല്ലാ എല്ലാ ദൈവ പൈതലിൻ്റെയും മക്കളുടെയും ജീവിതങ്ങളിൽ ഇതുപോലത്തെ അനുഭവങ്ങൾ, ഇതുപോലത്തെ കാര്യങ്ങൾ, ഇതുപോലത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു ദൈവമേ എന്താണ് ഇതിനെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി? അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ്. ഫിലിപ്പിയ ലേഖനം 2:15 അടിസ്ഥാന വചനം. ഫിലിപ്പിയ ലേഖനം 2:15 പറഞ്ഞിങ്ങനെയാണ്, വഴിപിഴച്ചതും വക്രതയുള്ളതുമായ ഈ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാക്കുക. ഇതൊരു വലിയ പ്രോസസ്സാണ്. കുറ്റമറ്റ ദൈവമക്കളാക്കാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണിത്. കുറ്റമറ്റ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കുറ്റമറ്റ ദൈവമക്കൾ, കുറ്റത്തിൻ്റെ ഒരു തരി പോലും ഇല്ലാത്തവർ, കുറ്റത്തിൻ്റെ ഒരു തരി പോലും ഇല്ലാത്ത ദൈവമക്കളാകാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറിയ ഒരെണ്ണത്തെ കീഴടക്കി കഴിയുമ്പോൾ ദൈവം അടുത്തതിനെ കാണിച്ചു തരും. എല്ലാത്തിനേയും ഒന്നിച്ച് കണ്ടാൽ നമ്മൾ തലകറങ്ങി നിലം പതിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോന്നിനെ കീഴടക്കുന്നത് അനുസരിച്ചാണ് അടുത്തതിനെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ ഭക്തിമാർഗ പ്രവേശികയിൽ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു പ്രബോധന ഭാഗമുണ്ട്. അതാണ് പേജ് 27. ഫ്രാൻസിസ് സാലസിൻ്റെ ഭക്തിമാർഗ പ്രവേശിക എന്ന പുസ്തകത്തിലെ പേജ് 27. നമ്മിലുള്ള ന്യൂനതകൾ കണ്ട് ഭയപ്പെടരുത്. ആദ്യം ചെറുതായിരിക്കും, അതിനെ നമ്മൾ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ അതിനേക്കാൾ മൂത്തത് വരും, അതിനെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ അതിനേക്കാൾ മൂത്തത് വരും, അതിനെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ അതിനേക്കാൾ അങ്ങനെ തലപ്പെട്ടത് അവസാനം കയറി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മിലുള്ള ന്യൂനതകൾ കണ്ട് ഭയപ്പെടരുത്, തീർന്നു എന്നും വിചാരിക്കരുത്. ഇവയോട് പോരാടി വിജയം ലഭിക്കുന്നതാണ് പുണ്യ അഭിവൃദ്ധിയുടെ ലക്ഷണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു തിന്മയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നതല്ല പുണ്യ അഭിവൃദ്ധി. ഒരെണ്ണത്തെ പോരാടി അതിനോട് യുദ്ധം ചെയ്ത് അതിനോട് കുസ്തി പിടിച്ച് അതിനെ അമർച്ച ചെയ്യും. അത് അങ്ങനെ അമർന്നു പോയി കഴിയുമ്പോൾ അടുത്തത് കയറി വരും. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി നമ്മിലുള്ള ദുർഗുണങ്ങൾ, നമ്മിലുള്ള ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ, ലോക അരൂപി, പാപ ആസക്തികൾ,
അതിനോട് പോരാടി അതിനെ 1 by 1 ആയി കീഴ്പ്പെടുത്തുന്നതിലാണ് പുണ്യാഭിവൃദ്ധി ഇരിക്കുന്നത്. എനിക്ക് യുദ്ധമില്ല, എനിക്ക് പ്രശ്നമില്ല, അങ്ങനെ പറഞ്ഞ് നടക്കുന്നതല്ല ശരിക്കും ഒരു ഹെൽത്തി സ്പിരിച്വൽ ലൈഫ്. ഒരു ഹെൽത്തി സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് നിരന്തരമായി ഒന്ന് കഴിയുമ്പോൾ അതിന് തലപ്പെട്ട ദോഷം വരും, അതിനേക്കാൾ തലപ്പെട്ടത് ഇങ്ങനെ കയറി വരും. അതിനോട് നിരന്തരം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ, ഒരിക്കലും തളരാത്ത വീര്യത്തോടെ അതിനോട് എതിർക്കുക, പിശാചിനെ എതിർത്ത് നിൽക്കുക, അവനെ കീഴ്പ്പെടുത്തുക. ഇതാണ് നമ്മുടെ നിയോഗം. വായിച്ചു നോക്കിക്കേ, ഫ്രാൻസിസ് പറയുകയാണ്, നിരന്തരം ഇവയോട് പോരാടി വിജയം ലഭിക്കുന്നതാണ് പുണ്യാഭിവൃദ്ധിയുടെ ലക്ഷണം. അങ്ങനെ വന്നാലാണ് കുറ്റമറ്റ മക്കളാവുകയുള്ളൂ. ഇത് കുറ്റമുണ്ട്, അതൊക്കെ ഇങ്ങനെ മൂടിക്കിടന്നിട്ട് കാര്യമില്ല. അത് പുറത്തേക്ക് വരട്ടെ, ഉള്ളത് മുഴുവൻ പുറത്തേക്ക് വരട്ടെ. അവയെ കണ്ടുപിടിക്കാതെ എതിർക്കാതെ പരാജയപ്പെടുത്തുന്നതിനോ നിവൃത്തിയില്ല. ഇത് ദൈവത്തിനറിയാം. നമ്മൾക്ക് ഇത് ഒരു സാധനം ഉണ്ട്, നമ്മൾ അറിഞ്ഞാലാണ് നമ്മൾ അതിനെ എതിർക്കുള്ളൂ. അതിനുവേണ്ടി മുട്ടുകൂട്ടും, അതിനുവേണ്ടി കൈകൾ വിരിക്കും, അതിനുവേണ്ടി ഉപവാസം എടുക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കും, അതിനുവേണ്ടി കുമ്പസാരിക്കും, അതിനുവേണ്ടി ആത്മീയ ഉപദേശം തേടും, അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കും. നമ്മൾ അങ്ങനെ ദൈവകൃപയുടെ സഹായത്തോടെ അധ്വാനിച്ച് അതിനെ നമ്മൾ കീഴ്പ്പെടുത്തും. അതിനാണ് ഈ സമയം നമുക്ക് തന്നിരിക്കുന്നത്. ഭൂമിയിലെ സമയം നമുക്ക് എന്തിനു വേണ്ടിയാണ് തന്നിരിക്കുന്നത്? സമ്പത്ത് കൂട്ടാൻ വേണ്ടി മാത്രമല്ല, ഇങ്ങനെ സൊള്ളിയടിച്ച് നടക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് ഈ ലോകത്തിലുള്ള കുറേ കാര്യങ്ങളെല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടി മാത്രമല്ല. അതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. നമ്മൾ ഈ ഭൂമിയിലെ സമയം നമുക്ക് തന്നിരിക്കുന്നത് ജീവിതം ധന്യപ്പെടുത്താൻ വേണ്ടിയാണ്. ജീവിതം ധന്യമായ ജീവിതമാക്കി മാറ്റണം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുലേഖനം, ലൂക്കായുടെ സുവിശേഷം 12:15 പഠിപ്പിങ്ങനെയാണ്, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ജീവിതം ധന്യമാകുന്നത് എങ്ങനെയാണ്? സമ്പത്ത് കൊണ്ടല്ല, ജോലി കൊണ്ടല്ല, വലിയ വീട് കൊണ്ടല്ല, വലിയ വണ്ടി കൊണ്ടല്ല, വലിയ സ്വർണ്ണമാല കൊണ്ടല്ല, പട്ടുസാരി കൊണ്ടല്ല, പൊങ്ങി നടക്കുന്ന ചെരുപ്പ് കൊണ്ടല്ല, തലയിൽ ചൂടിയിരിക്കുന്ന ചൂടൽ കൊണ്ടൊന്നും അല്ല, ബാഹ്യമായ അലങ്കാരങ്ങളോ നേട്ടങ്ങളോ വിജയങ്ങളോ സൽപ്പേര് കൊണ്ടോ പ്രതാപങ്ങൾ കൊണ്ടോ ഒന്നും അല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത് നമ്മുടെ ആത്മാവ് ദൈവത്തിന് അനുഗുണമായ വിധം പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതനുസരിച്ചാണ്, വിശുദ്ധീകരിക്കപ്പെടുന്ന അനുസരിച്ചാണ്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത തന്ന വിധത്തിൽ ദൈവം തന്നെ നാം എതിർത്ത് തോൽപ്പിക്കേണ്ടതിനെ ദൈവം തന്നെ നമുക്ക് കാണിച്ചു തരും. അതാണ് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടെൻഷൻ പഠിക്കേണ്ട ദൈവത്തിനറിയാം ഇതിനെ തോൽപ്പിക്കാൻ. ഇതിനെ കാൽ കീഴിൽ പരിശുദ്ധ അമ്മ സർപ്പത്തിന് തലയെ തൻ്റെ കാൽ കീഴിൽ ചവിട്ടി അമർത്തിയതുപോലെ ഇതിനെ തൻ്റെ കാൽ കീഴിൽ ചവിട്ടി അമർത്താൻ ആത്മീയമായ പവർ ഈ വ്യക്തിക്ക് ആയി, എൻ്റെ ഈ മകനായി എന്ന് അറിയുമ്പോഴാണ് ദൈവം ആ ഒരു തിന്മയെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ശക്തി പ്രാപിക്കാൻ അനുവദിക്കുകയുള്ളൂ. അതുവരെ ദൈവം തന്നെ കൃപയിൽ അതിനെ അമർച്ച ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. എന്നാൽ നമ്മളതിനെ പോരാടി ജയിക്കാൻ ഒരു പ്രാപ്തി എത്തിക്കഴിയുമ്പോൾ അത് നമ്മുടെ മുമ്പിൽ വരും. സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയെ പോലെ നാം അതിനെ ചവിട്ടി അമർത്തണം, അതിനെ ചവിട്ടി നടക്കണം. അത് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് തുടർന്ന് പറയുന്നത് എങ്ങനെയാണ്? കണ്ടുപിടിക്കാതെ എതിർക്കാതെ പരാജയപ്പെടുത്തുന്നതിനോ നിവൃത്തിയില്ല. പ്രലോഭനം ഇല്ലാതിരിക്കുന്നതിലല്ല. എൻ്റെ പ്രതീക്ഷ ഇതായിരുന്നു. ഈ പ്രലോഭനം ഇത് കഴിഞ്ഞു, അതികുർബാന കഴിഞ്ഞു, ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചേ. അല്ലെങ്കിൽ നല്ലൊരു ധ്യാനം കഴിഞ്ഞു, നല്ലൊരു കൃപ പ്രാപിച്ചു, നല്ലൊരു അഭിഷേകം പ്രാപിച്ചു, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. വലിയ പ്രശ്നം വരാനിരിക്കുന്നു. അതിനെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മഹത്വം കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ധന്യത കൂട്ടാൻ വേണ്ടിയിട്ട്. പ്രലോഭനം ഇല്ലാതിരിക്കുന്നതിലല്ല നമ്മുടെ ധന്യത. എത്ര കൂടുതൽ പ്രലോഭനം ഉണ്ടോ അത്രയും കൂടുതൽ ധന്യത നമുക്കുണ്ടെന്ന് മനസ്സിലാക്കണം. എത്ര കൂടുതൽ പ്രലോഭനം ദൈവം നമുക്ക് അനുവദിക്കുന്നുണ്ടോ അത്രയും ദൈവം നമ്മൾ അംഗീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വായിച്ചു നോക്കിയേ, പ്രലോഭനം ഇല്ലാതിരിക്കുന്നതിലല്ല നമ്മുടെ ധന്യത, അതിന് വശംവദരാകാതെ അതിനെ കീഴ്പ്പെടുത്തുന്നതിലാണ് നമ്മുടെ ധന്യത അടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ശല്യം സഹിക്കുന്നതും അതിന് കീഴടങ്ങുന്നതും രണ്ട് കാര്യങ്ങളാണ്. അതായത് ഒരു പ്രലോഭനത്തിൻ്റെ ശല്യം നിരന്തരം സഹിക്കുക, ഒരു നിരന്തരം നമ്മൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് ശല്യം സഹിച്ചും അതിനോട് എതിർത്തും അതിനോട് പോരാടിയും അതിനോട് ക്ലേശം സഹിച്ചും മൽപ്പിടുത്തം നടത്തുന്നതും അതിന് അനായാസം കീഴടങ്ങി മിണ്ടാതെ അതിന് ബ്ലും എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്.
കപ്പളങ്ങ വീണ് കിടക്കുന്നത് പോലെ കിടക്കുന്നതും നിരന്തരം സ്ട്രഗിൾ ചെയ്ത് അതിനോട് മല്ലടിച്ച് മൽപ്പിടുത്തം നടത്തി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവമേ എന്ന് വിളിച്ചപേക്ഷിച്ച് കുരിശിൻ്റെ വഴി നടത്തി ആത്മീയ പിതാക്കന്മാരുടെ അടുത്തേക്ക് പോയി ഉപദേശം തേടി സന്ധ്യാപ്രാർത്ഥന ചെയ്ത് കൊന്ത ചെയ്ത് തീർത്ഥാടനം നടത്തി കുരിശിൻ്റെ വഴി നടത്തി മൽപ്പിടുത്തത്തോടെ ഈ ലോകത്തിൽ വെച്ച് 1 by 1 ആയി ഓരോരോ തിന്മകളെ നമ്മൾ കീഴ്പ്പെടുത്തുന്നത്, അതിൻ്റെ ശല്യം സഹിച്ച് പോരാടി അതിനെ എതിർത്ത് കീഴ്പ്പെടുത്തുന്നതും അതിന് വശംബദ്ധരാകും. രണ്ടാണ്. വായിച്ചു നോക്കിയേ, തുടർന്ന് വായിച്ചു നോക്കിയേ. ഈ ആത്മീയ സമരത്തിൽ നമുക്ക് പറ്റിയേക്കാവുന്ന ക്ഷതങ്ങൾ വിനീതരാകുന്നതിന് നമ്മെ വളരെ സഹായിക്കും, എളിമപ്പെടാൻ നമ്മളെ സഹായിക്കും. ആത്മീയ ജീവൻ്റെ നാശത്താലോ നിരാശയാലോ മാത്രമേ ഈ സമരത്തിൽ നമ്മൾ ഒന്നും അല്ലാതായി മാറുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യജീവൻ നഷ്ടപ്പെടുന്നു പറഞ്ഞാൽ പൂർണ്ണമായി കർത്താവിനെ ഉപേക്ഷിച്ചാൽ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂദാസ് പിന്നെ കർത്താവിനും അന്വേഷിക്കുന്നില്ല, ആരെ അന്വേഷിക്കുന്ന, നേരെ പോയി തൂങ്ങിച്ചെത്തു. അപ്പോൾ പൂർണ്ണമായും അദ്ദേഹം കർത്താവിൽ ആശ്രയിക്കാത്ത ഒരവസ്ഥയിലേക്ക്, അന്ധകാരത്തിലേക്ക് പോയി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അങ്ങനത്തെ പൂർണ്ണമായും കർത്താവിനെ ഉപേക്ഷിച്ചാൽ പോയി, അത് നഷ്ടപ്പെട്ടു പോയി. വായിച്ചു നോക്കിക്കേ, ഘനമായ പാപത്താൽ മാത്രം നഷ്ടപ്പെടുന്ന ആത്മീയ ജീവൻ ന്യൂനതകൾ നിമിത്തമോ ലഘുഭാവങ്ങൾ നിമിത്തമോ നശിക്കുകയില്ല. ഇങ്ങനെ പ്രലോഭനം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ ആത്മീയ ജീവിതം പോയിട്ടില്ല, നമ്മുടെ ധന്യത കൂടാൻ വേണ്ടി പോവുകയാണ്. അടുത്തത്, നാം തദവസരങ്ങളിൽ ഇങ്ങനെയുള്ള ശല്യങ്ങൾ നമ്മളെ നിരന്തരം അലട്ടുമ്പോൾ നാം തദവസരങ്ങളിൽ ഭഗ്നാശരാകാതിരുന്നാൽ മാത്രം മതി. ഭഗ്നാശരാകുക എന്ന് പറഞ്ഞാൽ എന്താ? നിരാശപ്പെടുക. ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയാണ് നിരാശപ്പെടുക. കോവിഡ് വന്നതിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പള്ളി അടച്ചു, അത് പറഞ്ഞെന്ന് പറഞ്ഞ് 2 ആഴ്ച പള്ളി പോയില്ല, പിന്നെ പോയി വേറെ വഴിക്ക് പോയി. നിരാശപ്പെടുക, സങ്കടപ്പെടുക, വിഷാദിച്ചിരിക്കുക, ഭയത്തിലിരിക്കുക. ഇത് അവിടെ തിന്മ പ്രവർത്തിക്കും, അവിടെ അന്ധകാര ശക്തി പ്രബലപ്പെടും. അതുകൊണ്ട് ഭഗ്നാശരാകരുത്, നിരാശപ്പെടരുത്. തിന്മ, ശല്യം, ബുദ്ധിമുട്ട് എല്ലാം നമ്മൾ അനുവദിക്കുമ്പോൾ നമ്മുടെ ധന്യത കൂട്ടാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളത് അറിയണം. അടുത്തത് തുടർന്ന് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? തദവസരങ്ങളിൽ നാം നിരാശപ്പെടാതിരുന്നാൽ മാത്രം മതി. നിരാശയിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും കർത്താവേ എന്നെ വിമുക്തനാക്കണമേ എന്ന ഈ ഒരു പ്രാർത്ഥിക്കണം. ധൈര്യസമേതം യുദ്ധം ചെയ്യുന്ന പക്ഷം വിജയം സുനിശ്ചിതമാണെന്നുള്ളത് ആത്മീയ സമരത്തിൻ്റെ ഒരു വൈശിഷ്ട്യമാണ്. ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? ധൈര്യസമേതം നമ്മളതുകൊണ്ട് എതിർത്ത് നിന്നാൽ വിജയം നമുക്ക് 100% ദൈവം തരും. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഒരുപക്ഷെ നമ്മൾ പിന്നെ അധികം നമുക്ക് പാടുപെടാൻ പറ്റിയില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനയാൽ നമ്മൾ ഏത് തിന്മേനെ കാൽച്ചുവട്ടിൽ അമർത്താൻ ആഗ്രഹിച്ചോ അതിനെ കീഴ്പ്പെടുത്തി അതിൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മൾ അതിൻ്റെ മേൽ ഉയർത്തി നിർത്തും. രക്ഷയുടെ പാറയിൽ ഉയർത്തി നിർത്തുന്ന പോലെ ഈ തിന്മയുടെ മുകളിൽ ദൈവം നമ്മളെ ഉയർത്തി നിർത്തും. അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ അതിനെ ഉയർത്തി. ഫ്രാൻസിസ് സാലസ് എന്ന് പറഞ്ഞ വിശുദ്ധൻ്റെ കാര്യം തന്നെ എടുക്കാം. ആ വിശുദ്ധന് കോപം ഭയങ്കരമായൊരു വിഷയമായിരുന്നു. കോപം നിയന്ത്രിക്കാൻ പറ്റാത്ത കോപത്തിൻ്റെ അദ്ദേഹം കർത്താവിൽ ആശ്രയിച്ചു, നിരന്തരം അത് ഈ ശല്യം സഹിച്ചു, നിരന്തരം എളിമപ്പെട്ടു, നിരന്തരം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, പരിശ്രമിച്ചു. അദ്ദേഹം എന്തായി മാറി? അദ്ദേഹം ക്ഷമയുടെ വിശുദ്ധനായി മാറി. അദ്ദേഹം കോപം എന്ന ആ ദുർഗുണത്തിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന വ്യക്തിയായി മാറി. കോപം എന്ന ദുർഗുണത്തിൻ്റെ മുകളിൽ അദ്ദേഹം ചവിട്ടി നിൽക്കുന്ന വ്യക്തിയായി മാറി. അദ്ദേഹം ക്ഷമയുടെ വിശുദ്ധനായി, അദ്ദേഹം ശാന്തതയുടെ വിശുദ്ധനായി മാറി. ഫ്രാൻസിസ് സാലസ് സ്വന്തം അനുഭവത്തിൽ തന്നെ പറഞ്ഞു വെക്കുകയാണ്, ഈ ആത്മീയ യുദ്ധത്തിൽ ധൈര്യസമേതം യുദ്ധം ചെയ്യുന്ന പക്ഷം വിജയം സുനിശ്ചിതമാണെന്നുള്ളതാണ് ഈ ആത്മീയ സമരത്തിൻ്റെ വൈശിഷ്ട്യം. അതുകൊണ്ട് ഭയപ്പെടരുത്, പരാജയപ്പെടുന്നു പേടിക്കരുത്. ഇത് തീർന്നില്ലല്ലോ, ഒരെണ്ണം കഴിയുമ്പോൾ വേറെണ്ണം വരികയാണല്ലോ, ഇത് എന്നായിരിക്കും ഇതൊക്കെ, ഇത് ഒരു കാലത്തും തീരുന്നില്ലല്ലോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, അങ്ങനെയൊന്നും പറയരുത്. ദൈവത്തിൻ്റെ വലിയ കരുണയാണിത്. അതുകൊണ്ടാണ് എഫേസ്യസ് ലേഖനം 5:14 അതെനിക്ക് വളരെ ഇഷ്ടമാണ്. കർത്താവ് പറയുകയാണ്, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എനിക്ക് രണ്ടാമത്തെ ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ടത്, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. എപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്വരം കേൾക്കുകയാണ്, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നമ്മുടെ ശക്തി കൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ ശക്തി വെളിപ്പെടും. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. അയ്യോ വയ്യ, ക്ഷീണിച്ചു, നീ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല, അങ്ങനെ നിസ്സഹായത കിടക്കരുത്. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും.
അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് ഒരു ആത്മീയ പൗരുഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പൗരുഷമുള്ളവരായിരിക്കുക. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പല നാളുകളായി പ്രാർത്ഥിച്ച് ഒരുവിധം എല്ലാ കാര്യങ്ങളുടെ മേലും വിജയം കിട്ടി എന്ന് വിചാരിക്കുമ്പോൾ പൊടുന്നനെ അതിനേക്കാൾ വലിയ പ്രതികൂലത്തെ നേരിടാൻ ദൈവം നമ്മളെ നയിക്കുകയാണ്. യുദ്ധം ദൈവമാണ് ചെയ്യുന്നത്. നമ്മളെ കൂടെ നിർത്തിയിരിക്കുന്നേ ഉള്ളൂ. ഭയപ്പെടരുത്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യത കൂട്ടാൻ, ബലം കൂട്ടാൻ അവിടുന്ന് തന്നെ നമ്മളെ നയിക്കുകയാണ്. ഈ സമയത്ത് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. പരിശുദ്ധാത്മാവേ, ആത്മാവിൻ്റെ പൗരുഷം എനിക്ക് വീണ്ടും നൽകണം. ആത്മാവിൻ്റെ ജ്വലനം എനിക്ക് വീണ്ടും നൽകണം. എനിക്ക് വീണ്ടും കർത്താവിനോട് കൂടെ നടക്കണം. എനിക്ക് കർത്താവിൻ്റെ കൂടെ മുന്നോട്ട് പോകണം. എനിക്ക് കർത്താവിൻ്റെ കൂടെ അടിവെച്ച് കർത്താവിനെ അനുഗമിക്കണം. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്താം. പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറന്നിറങ്ങണമേ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ. അഭിഷേകത്താലൻ ശക്തരാകണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ. അഭിഷേകത്താലൻ ശക്തരാകണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ. അഭിഷേകത്താലൻ ശക്തരാകണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ. അഭിഷേകത്താലൻ ശക്തരാകണേ. അഭിഷേകത്താലൻ ശക്തരാകണേ.